ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AM Vlogs. ഐ ആം നന്ദന. അപ്പോൾ ഇന്നത്തെ ഹിന്ദി എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കുറച്ച് ടഫായിരുന്നു. കാരണം എന്താ വെച്ചാൽ വൺ വേർഡാണ് കൂടുതലും ടഫായിട്ട് തോന്നിയത്. വലിയ ക്വസ്റ്റ്യൻസ് 4 മാർക്കിൻ്റെ എഴുതാൻ പറ്റുന്നതായിരുന്നു. പ്രതീക്ഷിക്കാത്തത് ഗുഡലിയുടെ ക്യാരക്ടർ സ്കെച്ചും പിന്നെ ഗുഡലിയുടെ അതിൽ നിന്ന് മാമിൻ്റെയും ഗുഡലിയുടെയും കോൺവെർസേഷൻ വന്നത് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ സാഹിലിൻ്റെ ഡയറി, ഇത് രണ്ടുമാണ് എനിക്ക് ടഫായിട്ട് തോന്നിയത്. മറ്റേത് രണ്ടും പിന്നെയും നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ മൊത്തം ഉണ്ടാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഒരു ഇതിനനുസരിച്ച് എനിക്ക് ഉറപ്പില്ല. മിക്കവാറും ഒരു മാർക്ക് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഫുള്ള് കിട്ടുമെന്ന് ഉറപ്പില്ല. ഇനി ബാക്കി ഉണ്ടെങ്കിൽ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അത് എഴുതി വെച്ചേക്കണേ. പക്ഷേ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഭയങ്കര ടഫായി തോന്നിയത് വൺ വേർഡാണ്. വൺ വേർഡിൽ എനിക്ക് 3-4 ക്വസ്റ്റ്യൻസ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത് വായിച്ചിട്ട് മനസ്സിലാവാണ്ടാണ് പോയിക്കണേ. അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വൺ വേർഡാണ് കുറച്ച് ടഫായിട്ടുണ്ടായിരുന്നതെന്ന്. വൺ വേർഡ് എനിക്ക് ടഫായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ, ഗുഡലി അപ്ന ഘർ എങ്ങനെയാണ് മാനത്തി ഹേ എന്ന് പറയുന്നത്. അത് ഞാൻ സസുരാലിന് എഴുതി വെച്ചു. അത് ജന്മഗൃഹമാണെന്നുള്ളത് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. ഞാനത് ബുവ പറയുന്നതാണ്, അമ്മായി പറയുന്നതാണെന്ന് വിചാരിച്ച് അങ്ങനെ അത് തെറ്റി. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യനും തെറ്റാനുള്ള വഴിക്കായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ഞാനൊരു ഗസ്സിന് എഴുതി വെച്ചത് ഗുഡലിന്ന്. പക്ഷെ അത് ശരിയാണ്. ഞാനത് എക്സാമിനറിൽ ആൻസർ കീ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കാത്തവരൊക്കെ അതിൽ പോയി നോക്കാം, അതിലിട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തെറ്റിയത് എന്താ വെച്ചെങ്കിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ തേരയുടെ സർവ്വനാമം ഞാൻ തുമ്മാന്ന് വെച്ചിട്ട് അത് എഴുതി വെച്ചു. തൂവാണെന്നാണെന്ന് തോന്നുന്നത്. എല്ലാവരും തുമ്മാണെന്നാണ് ഏകദേശം പറഞ്ഞത്. പക്ഷെ തൂവാണ്. പ്രതീക്ഷകൾ തെറ്റിച്ചിട്ടായിരുന്നു. പിന്നെ അതുപോലെ 15ാമത്തെ ക്വസ്റ്റ്യൻ കിസ്കേലിയെ എന്തുകൊണ്ടാണ് ബേല സിക്കറിനെ ലഗിയെന്ന് ചോദിച്ചേക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. അതിൽ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. പക്ഷെ ഞാനത് കറക്റ്റായിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കിസ്കേന്ന് കണ്ടപ്പോൾ അത് ആരാണ് പറഞ്ഞതെന്നാണ് എൻ്റെ മൈൻഡിൽ വന്നത്. കിസ്കോ എന്നാണ് പറഞ്ഞാലാണ് അങ്ങനെ വരിക എന്നുള്ളത് പെട്ടെന്ന് തിരക്കിൽ ഞാൻ അധികം അങ്ങോട്ട് വായിച്ചു നോക്കിയിട്ട് എനിക്ക് കത്തിയില്ല. അപ്പം ഞാൻ സാഹിൽക്കോന്ന് എഴുതി വെച്ചു. ശരിക്കും അതല്ല, കിസ്കെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കണേ. ആ പാരഗ്രാഫിലുള്ള ഒരു ഇതാണ് എഴുതി വെക്കേണ്ടത്. ഞാൻ പക്ഷേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ 4 ക്വസ്റ്റ്യനാണ് പോയിക്കണേ. 1, 2, 3. പിന്നെ അങ്ങനെ ഈ എന്താ പറയുക, ഡയറിയിലും വാർത്താലാപിലും പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയിട്ട് 4 മാർക്ക് എന്തായാലും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. 5 മാർക്ക് പോകേണ്ടതെന്നാൽ മതി. 35 എങ്ങനെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഭാഗ്യം. അങ്ങനെയൊക്കെ. പിന്നെ ഫസ്റ്റത്തൊക്കെ കിട്ടി. പിന്നെ ഞാൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 2ാമത്തെ ക്വസ്റ്റ്യനിൽ ദില്ലിക്ക് എന്തുകൊണ്ടാണ് പോകുന്നത് കലാം എന്ന് ചോദിച്ചത്. അതിൽ ഞാൻ ആ പാരഗ്രാഫിലുള്ള ദില്ലി മേ ഡോക്ടർ കലാം ഹേ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമില്ല, അത് ജിൻസെ മിൽക്കർ ഹമാരെ കലാം കെ കുച്ച് കഹന, അത് മാത്രം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും അത് മാത്രം എഴുതി വെച്ചാൽ പോരാൻ തോന്നുന്നു. 2 സ്വപ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എഴുതണം തോന്നുന്നുണ്ട്. ഞാനത് മാത്രമേ എഴുതി വെച്ചുള്ളൂ. അതിന് കുറയ്ക്കൊന്നും അറിയില്ല എനിക്ക് മാർക്ക്. പിന്നെ എന്നെ തെറ്റിയത് പിന്നെ വേറെ കുഴപ്പമുണ്ടായിട്ടുണ്ട് ഇല്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്. വൺ വേർഡാണ് എനിക്ക് മെയിനായിട്ട് തെറ്റ് പറ്റിയിട്ടുള്ളത്. പറ്റിയതൊക്കെ ഉണ്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ആശയമൊക്കെ വിചാരിച്ച പോലെ തന്നെ ബച്ചെങ്കിൽ അപ്പർ ജാഹി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വൺ വേർഡിൽ ടഫായിപ്പോയി. വൺ വേർഡ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് കൂട്ടി നോക്കാണ്ടൊരു സമാധാനമില്ല. അപ്പോൾ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് 35ൻ്റെ അവിടെ വിട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനത് എൻ്റെ ഊഹങ്ങൾ വെച്ചിട്ട് ഇതിന് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് അവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിലൊരു ഉറപ്പില്ല. എനിക്ക് അറിഞ്ഞുകൂടാ എന്താവും എന്നുള്ളത്. നമ്മൾ എഴുതണ പോലെ അല്ലല്ലോ, നമ്മൾ ചിന്തിക്കണ പോലെ അല്ലല്ലോ. ചിലപ്പോൾ കൂടാൻ പറയാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അടുത്ത എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനി മറ്റന്നാൾ കാണാം. ടാറ്റാ, ബൈ. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.